കാറ്റായിരുന്നു. നമുക്കെന്നാ വണ്ടിയുടെ അടുത്തോട്ട് പോയാലോ? ഫോട്ടോ എടുക്കാനോ? എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വിശക്കുന്നില്ല നമുക്ക്. ഹായ്, ഞാനിന്നൊരു ഹാഫ് വ്ളോഗാണ് എടുക്കുന്നത്. ഫുൾ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒന്നും പ്ലാൻ ചെയ്ത പോലെ ആയില്ല. ഒന്ന് ക്ലൈമറ്റ് നോക്കാതെ ഇവിടെ 7 സിസ്റ്റേഴ്സിൽ വന്ന് ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ പ്രോപ്പർ സമ്മറിൻ്റേത്. പക്ഷെ ഇവിടെ വന്നപ്പം ഭയങ്കര വിൻഡി, ഭയങ്കര പാടായിപ്പോയി. അതുകൊണ്ട് തന്നെ വന്ന പാടെ പുറകെ തിരിച്ചു പോകുക, അല്ലെങ്കിൽ പണി കിട്ടും. പിള്ളേരെ ഒന്നും ഇറക്കിയേയില്ല, കാരണം ഇവിടെ വെള്ളക്കാർ പോലും മൊത്തം ഫുൾ ഡ്രസ്സിന് അല്ലെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടാൽ മതി. അതുകൊണ്ട് ഇനി ഇവിടെ അധികം നിൽക്കാൻ പറ്റത്തില്ല. ഒത്തിരി കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മിയുണ്ട്, ജിപ്പിയുണ്ട്. പക്ഷേ തിരിച്ചു പോയാൽ പറ്റുള്ളൂ. പിള്ളേരെ എന്തായാലും ഇറക്കാൻ പറ്റത്തില്ല. ഒട്ടും പ്രിപ്പയർഡ് ആകാനും പൊട്ടത്തരം കാണിച്ചതെന്ന് വെച്ചാൽ ഇവിടുത്തെ വെതർ നോക്കിയില്ല. നമ്മുടെ നാട്ടിൽ വരുന്ന പോലെ അങ്ങ് എല്ലായിടത്തും ഇറങ്ങി അങ്ങ് പോകും. ഇച്ചിരി വെട്ടം കാണുമ്പോഴേ നമ്മളങ്ങ് അസ്യൂം ചെയ്യും ചൂടായിരിക്കും. എസ്പെഷ്യലി ഈ ബീച്ച് സൈഡിലൊക്കെ വരുമ്പോഴത്തേനും ടെമ്പറേച്ചർ അങ്ങനെ കൂടെ ആ വിൻഡി നോക്കണം. ഒരു രക്ഷയില്ല. 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നതായിരുന്നു. പക്ഷേ എന്താ ചെയ്യാൻ, മമ്മിക്ക് ഏതായാലും ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് മമ്മീനെ ഒന്ന് ഇറക്കി അത് മാത്രമേ ചെയ്തുള്ളൂ. തിരിച്ചു പോവാ. ഭയങ്കര കാറ്റാ. എന്റെ മുന്നേ ഉത്തരം പ്രതീക്ഷിച്ചില്ല. സാറാമ്മ വിറച്ചിരിക്കുക. ഞങ്ങൾ പുറത്തിറങ്ങിയില്ല, കാരണം ചാരയായിട്ട്. ചുറ്റും അവിടെ ഇന്ന് മോമോ ഉണ്ടെന്നു. രണ്ടുപേരും മത്സരമായിരുന്നു. വാശിയേറിയ പോരാട്ടായിരുന്നു രണ്ടുപേരും. അല്ലേടാ? അവനെ വയറ് നിറപ്പിച്ചിട്ട് ഇവിടുന്ന് കൊണ്ടുപോയാ മതി. സാറാമ്മ ഫോൺ പിടിക്കാൻ വേണ്ടി വന്നു. പോയേക്കാം. കാരണം നമുക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ലെന്നേ. ആ, ഭയങ്കര കാറ്റാ.